വെൽക്കം ടു ഐഡിയ ഗോറ ക്യാമ്പസ് വ്ലോഗ്സ്. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ കോളേജിൽ എത്തിച്ചേർന്നിരിക്കുന്നത് ക്രെഡായി സ്റ്റേറ്റ് ചെയർമാനും ട്രൈം ഹോൾഡിംഗ്സ് കമ്പനിയുടെ ചെയർമാനും കൂടിയായിട്ടുള്ള ശ്രീ രവി ജേക്കബ് സാറാണ്. വെൽക്കം സാർ. നമുക്കിങ്ങനെ ഒരു സംസാരിക്കാൻ ഒരു സെഷൻ അറേഞ്ച് ചെയ്ത് തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം സാറിൻ്റെ ഓൺടർപ്രണർ ജേർണിയിലെ കുറച്ച് കാര്യങ്ങൾ അറിയാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പം സാറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് കരിയറിൽ സാറിൻ്റെ ഒരു ഇൻസ്പിറേഷൻ, റോൾ മോഡലൊക്കെ ആരായിരുന്നു? റോൾ മോഡൽ ചോദിച്ചിരുന്ന എൻ്റെ ഫാദർ തന്നെയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ എവിടെ പോയാലും എന്നെ കൊണ്ടുപോകായിരുന്നു. അപ്പം നമ്മളെയൊക്കെ വളരെ വലുതായിട്ടുള്ള ആൾക്കാരെയൊക്കെ മീറ്റ് ചെയ്യുന്നതിനും ഒക്കെയുള്ള ഒരു ഒരു മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ ഇപ്പം EMS നമ്പൂതിരിപ്പാടിൻ്റെ അടുത്ത് പോയാലും കൊണ്ടുപോകും. മലയാള മനോരമ അന്നത്തെ ചീഫ് എഡിറ്റർ KM ചെറിയാൻ പുള്ളിയുടെ അടുത്ത് വൈകിട്ട് വർത്തമാനം പറയാൻ പോകും, പിന്നെ വിളിച്ചുകൊണ്ട് പോകും. അവിടുത്തെ കേട്ടുകൊണ്ട് പല ഡിസ്കഷൻസ്, പല കാര്യങ്ങളുമൊക്കെ. അങ്ങനെ ഒരു ഇത് കിട്ടിയിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായി. സാറിൻ്റെ വളർന്നു വരുന്ന ഓൺടർപ്രണേഴ്സിന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? ബേസിക്കലി ഒരു സ്വന്തമായിട്ടൊരു എൻത്യൂസിയാസ്റ്റിക് ആയിരിക്കണം, ഹാർഡ് വർക്ക് വേണം, ഒരു ഡിറ്റർമിനേഷൻ വേണം. ഐ വിൽ അച്ചീവ് ദിസ്. ഇതിനിടയ്ക്ക് ഒത്തിരി തടസ്സങ്ങൾ വരാം, പ്രത്യേകിച്ച് തുടക്കത്തിൽ എന്നും തടസ്സങ്ങളെ കാണുകയുള്ളൂ. ഇത് ഫ്രീ ഫ്ലോ ഒന്നും അല്ല. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു സൈക്കിളാണ്. അതിനകത്ത് എല്ലാം അനുഭവിച്ചേ തീരുള്ളൂ. സക്സസ്സും ഫെയിലിയറും എല്ലാം അതിനകത്ത് വരും. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു വെച്ച് നമ്മൾ എന്ന് പറഞ്ഞൊരു വലിയ ഹൈ റിസ്കിലൊന്നും പോകരുത്. കാൽക്കുലേറ്റഡ് റിസ്കിലെ ഒരു ബിസിനസ്സിനകത്ത് ഇറങ്ങാവുള്ളൂ. ഹൈ റിസ്ക് ഇപ്പോൾ വലിയ പ്രോഫിറ്റിനെ പറ്റി ഒന്നും നോക്കരുത്. പിന്നെ പ്രോഫിറ്റ്സ് ഓൾസോ ഒരു റീസണബിൾ പ്രോഫിറ്റ് വർക്ക് ചെയ്ത് തുടങ്ങണം. കാരണം ഇത് മുഴുവൻ നമ്മൾ എടുക്കാൻ പോയ വി കനോട്ട് ഷെയർ വിത്ത് എനിബഡി. അവന് ഇറ്റ് ഷുഡ് ബി എ ഗീവ് ആൻഡ് ടേക്ക് പോളിസി വേണം. എന്നാലേ നമുക്ക് ഒരു ബിസിനസ് ഗ്രോ ചെയ്യത്തുള്ളൂ. റാന്നി ഇന്നും ഒരു റിമോട്ട് പ്ലേസ് ആണ്. റാന്നി പോലെ ഒരു സ്ഥലത്തായതുകൊണ്ട് അപ്പോൾ പ്ലേസിൽ നിന്ന് എത്തിപ്പെടാനുള്ള അല്ലെങ്കിൽ ഒരു സംഭവം അച്ചീവ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് സാറിന് എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ റാന്നിയിൽ അധികം വളർന്നിട്ടില്ല. ഞാൻ ഇരിങ്ങാലക്കുടയും കോട്ടയത്തും ഒക്കെ ആയിരുന്നു. റാന്നിയിൽ എനിക്കൊന്ന് ഞാൻ എൻ്റെ ജോലി തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഫോറസ്റ്റ് ഓപ്പറേഷൻസൊക്കെ ആയിട്ട് ഞങ്ങളുടെ പ്രൈവറ്റ് ഫാക്ടറിയുടെ തടികളുടെ കാര്യത്തിനൊക്കെ ആയിട്ട് ഫോറസ്റ്റ് ഓപ്പറേഷനൊക്കെ ആയിട്ട് റാന്നിയിൽ തുടങ്ങുന്നത്. ഒരു 78 തൊട്ടേ ഞാൻ റാന്നി നിന്നിട്ടുള്ളൂ. അതിന് മുമ്പ് ഞാൻ അവധിക്കൊക്കെ വന്ന് നിൽക്കുന്നതല്ലാതെ ഇല്ല. അതങ്ങനത്തെ ഒരു പ്രശ്നമേ അല്ല. നമുക്ക് എവിടെ ചെന്നാലും ഇത് ചെയ്യുന്നതിനിപ്പം ബോംബെയും ഡൽഹിയും ഒന്നും നമുക്ക് പരിചയമുള്ളതൊന്നുമല്ല. പക്ഷേ അല്ല ബാംഗ്ലൂർ, ഞാൻ ബാംഗ്ലൂരിൽ പോയത് എനിക്കൊരു അങ്ങനൊരു ആവശ്യം വന്ന് എൻ്റെ മകന് സുഖമില്ലാതെ പോയി. അപ്പോൾ അവിടെ നിന്ന് അവിടെ ഗ്രോ ചെയ്യാൻ ശ്രമിച്ചു. ആഴ്ച ഒരു 6 മാസം കൊണ്ടൊന്നും നടക്കില്ല, ഒരു വർഷം കൊണ്ടൊന്നും നടക്കില്ല. അതുകൊണ്ട് കുറേ ഇരുന്നിട്ട് കാര്യം നീട്ടാനേ ഒക്കുള്ളൂ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. ഇപ്പം ഇവിടെ വെച്ചാണെങ്കിലും അവിടെ ചെന്നാലും എല്ലാം ഒരുപോലെ ഉള്ളൂ. പക്ഷെ അത് സ്ഥലം ഒരു വിഷയമല്ല. ഒരാൾക്കൊരു നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് വേണം. നമുക്കത് ഗ്രോ ചെയ്യണമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഇന്നത്തെ കാലത്ത് ഡിഗ്രിക്കും PGക്കും ഒക്കെ അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ സ്കിൽസിനാണ് പ്രാധാന്യം കൂടുന്നത്. അപ്പോൾ സ്റ്റുഡൻസ് എന്തൊക്കെ സ്കിൽസ് വളർത്തിയെടുക്കണം, ഡെവലപ്പ് ചെയ്യണം എന്നാണ് സാർ വിചാരിക്കുന്നത്? ഒരു സെൽഫ് മോട്ടിവേഷൻ എല്ലാവർക്കും വേണം. എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് ആവുള്ളൂ. ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കരുത്. നെഗറ്റീവ് ഉണ്ട്, അതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ സപ്രസ് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് തന്നെ പോകണം. അങ്ങനെ പോയാലേ ഒരു ഗ്രോ ചെയ്യാനൊക്കെ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ഒരു കോഡ് വന്നു കഴിഞ്ഞ് കാണുന്ന ഒരു ബുദ്ധിമുട്ട്, അത് എത്രമാത്രം സക്സസ് ആകുന്നു അല്ല ഫെയിലിയർ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇപ്പോഴത്തെ ഈ ജനറേഷൻ മാറുമ്പോൾ അതിൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഞങ്ങളുടെയൊക്കെ കാലങ്ങളിൽ ഞങ്ങൾ ആൾക്കാരെ പോയി മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോകും, വർത്തമാനം പറയും, സംസാരിക്കും. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ആൾക്കാരെ പരിചയപ്പെട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകും. ഇപ്പോൾ കോവിഡ് കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ എൻ്റെ കൊച്ചുമക്കളുടെ കാര്യം പലയിടത്തും ഉണ്ടാകല്ലോ. ഞങ്ങളുടെ ഇവിടുത്തെ മാത്രമല്ല ബാക്കിയുള്ളിടത്തും ഈ വിഷയങ്ങളുണ്ട്. ഈ മുറിക്കകത്തിരുന്ന് കട്ടിലായിരുന്നു ഐപാഡ് നോക്കിക്കൊണ്ടിരിക്കുന്നതല്ലാതെ. പക്ഷേ അവർക്ക് എനിക്ക് ആ വയസ്സിലുള്ള എൻ്റെ ഇപ്പോഴത്തെ വയസ്സിനേക്കാളുള്ള അറിവ് പിള്ളേർക്കുണ്ട്. 10 വയസ്സുള്ള പിള്ളേർക്ക് എൻ്റെ ഇപ്പോഴുള്ള അറിവിനേക്കാൾ കൂടുതൽ അവർക്കുണ്ട്. കാരണം അവർ ഇൻ്റർനെറ്റിൽ കൂടെ നോക്കിയിട്ട് വരും. പക്ഷേ അവർക്ക് ആ ഒരു ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനോ അതിനുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ കുറഞ്ഞതായിട്ടാണ് തോന്നുന്നത്.
ആസ് ആൻ ഓൺടർപ്രണർ സാറിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ് എന്താണ് ഇനിയുള്ള? ഫ്യൂച്ചർ കമ്പനി ഇപ്പോൾ എൻ്റെ മകൾ ടേക്ക് ഓവർ ചെയ്തിട്ടുണ്ട്, മകളും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ എല്ലാ വർഷം ഗ്രോ ചെയ്തുകൊണ്ടായിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റാലിറ്റിയിലേക്ക് വന്നു, കൊമേഴ്ഷ്യൽ കൺസ്ട്രക്ഷന് ഇത് റെസിഡൻഷ്യൽ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ അടുത്ത ലെവലിൽ നമ്മൾ വളർന്നില്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ ഒക്കുകയില്ല. ഇപ്പം ഞങ്ങളിപ്പോൾ നോർമൽ കൺസ്ട്രക്ഷൻ മാറ്റിയിട്ട് ഞങ്ങളിപ്പം എക്കോ ഫ്രണ്ട്ലി ഗ്രീൻ ബിൽഡിങ്സിലേക്കും IGBC പ്ലാറ്റിനം റേറ്റിംഗ് ബിൽഡിങ്സിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ അങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഒക്കുകയില്ല, സസ്റ്റൈനബിലിറ്റി ഇല്ല, വേറെ ആളുടെ കോമ്പീറ്റ് ചെയ്യാൻ ഒക്കുകയില്ല. എല്ലാവരും ഇതുമായിട്ട് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എല്ലാ ദിവസവും മുന്നോട്ട് എപ്പോഴും ഒരു പടി മുമ്പിൽ നമ്മൾ എറിഞ്ഞോണം. അല്ല മറ്റൊരു ഓടിയിട്ട് അതിൻ്റെ പുറകെ ഓടാമെന്ന് വെക്കുമ്പോൾ യു വിൽ ബി ഓൾവേസ് ബിഹൈൻഡ്. ഡോണ്ട് ഡു ദാറ്റ്. ക്രെഡായിയുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടൊന്ന് ബ്രീഫ് ചെയ്യും. ക്രെഡായി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ നാഷണൽ ബോഡി. ഞങ്ങൾ അബൌട്ട് ഒരു 15,000 മെമ്പേഴ്സ് ഉണ്ട് ഓൾ ഇന്ത്യ. അതിനകത്ത് മേജർ ബിൽഡേഴ്സ് എല്ലാവരും തന്നെ. അവർക്ക് അതിനകത്ത് കേരളത്തിൽ 5 ചാപ്റ്ററുണ്ട്, എല്ലാം കൂടെ ഒരു 200 ചാപ്റ്റേഴ്സ് ഉണ്ട് ഓൾ ഇന്ത്യ. ഞാനിപ്പോൾ അതിൻ്റെ കേരള സ്റ്റേറ്റ് ചെയർമാനാണ്. ഞങ്ങളുടെ ബിൽഡേഴ്സിനെ ഫേസ് ചെയ്യുന്ന ഒരു അസോസിയേഷൻ, വളരെ സ്ട്രോങ് അസോസിയേഷനാണ്. ഞങ്ങൾ ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിലുമായിട്ട് വളരെ ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിൽ തന്നെ നല്ലൊരു ഇതുണ്ട്. ബിൽഡേഴ്സിനുള്ള പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കുന്നുണ്ട്. ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഗവൺമെൻറ്റിനെ അറിയിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ, അപ്പോൾ GST അല്ലെന്നുണ്ടെങ്കിൽ ബിൽഡിംഗ് പ്ലാനിൻ്റെ ഇത് റൂൾസ്, ഇൻകം ടാക്സ്, ഇതൊക്കെ ഞങ്ങൾക്ക് പല സ്റ്റേറ്റുകളിൽ നിന്ന് പുതിയ റൂൾ വരും, പല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഇൻഡസ്ട്രിയാണ് ഏറ്റവും കൂടുതൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന, മാൻ പവർ ജോലി കൊടുക്കുന്ന ഒരു ഇതാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ്റിലേക്ക് ടാക്സസ് കൊടുക്കുന്നത് ഞങ്ങളുടെ ഇതിൽ നിന്നാണ്. എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വസ്തു മേടിക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ ടാക്സ്, എല്ലാ സാധനങ്ങൾക്കും ടാക്സ് ഉണ്ട്, രജിസ്റ്റർ ചെയ്യുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, വിൽക്കുമ്പോൾ സ്റ്റാമ്പ് ഡ്യൂട്ടി ഉണ്ട്, പിന്നെ ഇൻകം ടാക്സ് ഉണ്ട്, GST ഉണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഒരു പകുതി കളക്ട് ചെയ്യുന്നതിൻ്റെ പകുതി തുക സർക്കാരിലേക്ക് തന്നെ തിരിച്ചാണ് പോകുന്നത്. അത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഒക്കുന്നുണ്ടല്ലോ. പിന്നെ ഞങ്ങളുടെ കിടായിൽ ഒരു ഗ്രിവൻസ് സെല്ലും ഒക്കെ ഉണ്ട്. ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ അറ്റൻഡ് ചെയ്യും. ആരെങ്കിലും ബിൽഡർ കസ്റ്റമർക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനകത്ത് ഇൻവോൾവ് ആകും. ഇപ്പം പിന്നെ റേറ വന്നതുകൊണ്ട് അതിൻ്റെ അത്രയും വലിയ അത്യാവശ്യം വരുന്ന റേറ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും നല്ലൊരു അസോസിയേഷനുണ്ട് ഞങ്ങൾക്ക്. എല്ലാ ബിൽഡേഴ്സും തമ്മിലൊരു ഹെൽത്തി കോമ്പറ്റീഷനാണ് അത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു കേരളയ്ക്ക് ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുണ്ട്. എല്ലാ ഫ്ലാറ്റുകളിലും ഉണ്ടാകുന്ന വേസ്റ്റുകളും, പ്രത്യേകിച്ച് ഫുഡ് വേസ്റ്റ്, ഞങ്ങൾ ആ ഫാക്ടറി തന്നെ പ്രോസസ്സ് ചെയ്ത് മാനുവറാക്കി പുറത്ത് കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ അവിടെ തന്നെ യൂസ് ചെയ്യാനുള്ള, ഇവിടെ ചെടികൾക്കൊക്കെ യൂസ് ചെയ്യാനുണ്ട്. പിന്നെ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് ഞങ്ങളത്, അതിന് വേറെ സെഗ്രിഗേഷനുണ്ട്, ഷെഡിങ് യൂണിറ്റ്സ് ഉണ്ട്. അത് നന്നായിട്ട് പോകുന്നുണ്ട്. കേരളത്തിൽ ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 700ഓളം ഫ്ലാറ്റുകൾ, ബിൽഡിങ്ങുകൾ, യൂണിറ്റല്ല, ഇൻഡിവിജ്വൽ ഫ്ലാറ്റ്സ് അല്ല, 700ഓളം ബിൽഡിങ്ങുകളിൽ ഞങ്ങൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഒരു 2000 പേരോളം ഞങ്ങളുടെ ഇതിൽ അതിനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ട്രിവാൻഡ്രത്തുണ്ട്, കൊച്ചിയിലുണ്ട്, തൃശ്ശൂരുണ്ട്, കാലിക്കറ്റിലുണ്ട്, പാലക്കാടുണ്ട്. പിന്നെ കോട്ടയത്തും ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട്, കൊല്ലത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആലപ്പുഴ ഇപ്പോൾ തുടങ്ങുമായിരിക്കും. ഇതൊക്കെയാണ് കിടായി ചെയ്യുന്നത്. പിന്നെ കിടായിക്ക് വേണ്ടി ഞങ്ങൾക്കൊരു നാഷണൽ ബോഡി ആയതുകൊണ്ട് അതിൻ്റെ ഞങ്ങളുടെ എല്ലാ വർഷവും അതിൻ്റെ സ്റ്റേറ്റ് കോൺ ഉള്ളതുണ്ട്, നാറ്റ്കോണുണ്ട്. എല്ലാ ബിൽഡേഴ്സും തമ്മിലുള്ള ബന്ധപ്പെട്ട് നല്ല സൗഹാർദ്ദത്തിൽ പോകുന്ന ഒരു അസോസിയേഷനാണ്. ഞങ്ങളുടെ ഗവൺമെൻറ്റുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്ന ഒരു അസോസിയേഷനാണ്. സാറിൻ്റെ ഹോബീസ്
ഹോബീസ് എനിക്ക് ഓട്ടോമൊബൈൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എൻ്റെ വിൻറ്റേജ്, ക്ലാസിക്, ലേറ്റസ്റ്റ് വണ്ടികളുണ്ട്. അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് 100% ഒറിജിനലായിട്ട് തന്നെ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് കുറേ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യമാണ്. 10-25 വണ്ടി എൻ്റെ കയ്യിൽ ഉണ്ടിപ്പം, പഴയതും പുതിയതുമായിട്ടുള്ളത്. 1940s തൊട്ടുള്ള വണ്ടികൾ എൻ്റെ കയ്യിലുണ്ട്. പുതിയ 2025 വരെ വണ്ടികളുമുണ്ട്. അത് ക്ലാസിക് എന്ന് പറയുന്നത് 50 വർഷം പഴയ വണ്ടികളാണ്. അതിനും 50നും മുന്നോട്ടുള്ളതാണ്. അല്ല, വിൻറ്റേജാണ് 50ന് മുമ്പിലുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള ക്ലാസിക്. ഇതെല്ലാം ഒക്കെ ഉണ്ട്. അതൊരു ഹോബിയാണ്. സാറിൻ്റെ ഡെയിലി റൂട്ടീൻ? ഡെയിലി ഞങ്ങളുടെ ഓഫീസ് 9 to 5:30 ആണ്. സാറ്റർഡേ ഹാഫ് ഡേ 1:30 വരെ ഉള്ളൂ. രാവിലെ ഞാനൊരു 9-9:15 ആകുമ്പോൾ ഓഫീസിൽ ചെല്ലും. ഉച്ചയ്ക്ക് ലഞ്ചിന് പോയാലും തിരിച്ചു വന്ന് വൈകുന്നേരം 5:30 വരെ ഓഫീസിൽ കാണാം. അതിനിടയ്ക്ക് കിടായിക്ക് നിങ്ങൾക്ക് ഓഫീസുണ്ട്, അവിടെയും പോകാറുണ്ട്. സാർ ഇപ്പോൾ കൊച്ചിയിലാണ്? ഇപ്പോൾ കൊച്ചിയിലാണ്. ഇടയ്ക്ക് ബാംഗ്ലൂർ ഓഫീസ്, ഞങ്ങളുടെ കോർപ്പറേറ്റ് ഓഫീസ് ബാംഗ്ലൂർ. അപ്പോൾ ബാംഗ്ലൂരും പോകാറുണ്ട്. ഒരു കൂടുതൽ സമയം പക്ഷേ കൊച്ചിയിലാണ്. ഇവിടെ പ്രോജക്ട്സ് ചെയ്യുന്നു. സാറിൻ്റെ വർദ്ധിച്ച തിരക്കുകൾക്കിടയിലും കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിനുള്ള അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സോ മച്ച് സർ.